നമസ്കാരം, പ്രസ് ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. എല്ലാ വർഷവും സിവിൽ സർവീസ് പരീക്ഷ എന്ന വലിയ കടമ്പ കടക്കാൻ എണ്ണമറ്റ ആളുകളാണ് അവരുടെ ഹൃദയവും ആത്മാവും പകരുന്നത്. IAS, IPS, IFS അല്ലെങ്കിൽ IRS എന്നീ അഭിമാനകരമായ റാങ്കുകളിൽ പേര് ചേർക്കപ്പെടാനുള്ള ആഗ്രഹം ഉദ്യോഗാർത്ഥികളുടെ അഭിലാഷങ്ങൾക്ക് ആക്കം കൂട്ടുന്നു. എങ്കിൽ പോലും തങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ചുരുക്കം ചിലർക്ക് മാത്രമേ കഴിയൂ എന്ന കൈപ്പേറിയ യാഥാർത്ഥ്യം അവശേഷിക്കുന്നു. തലശ്ശേരിയിലെ തീർത്തും സാധാരണക്കാരനായി വളർന്ന അബ്ദുൽ നാസർ ആ വലിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ ആളാണ്. പക്ഷേ ആ യാത്ര അത്ര എളുപ്പമല്ലായിരുന്നു എന്നു മാത്രം. ചെറുപ്പം മുതൽ പ്രതികൂല സാഹചര്യങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത്. 5-ാം വയസ്സിൽ പിതാവിനെ നഷ്ടപ്പെട്ടു. സാമ്പത്തിക പരാധീനതകൾക്കിടയിൽ നാസറിൻ്റെ മാതാവ് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നാസറിനെയും സഹോദരങ്ങളെയും ഒരു അനാഥാലയത്തിൽ ഏൽപ്പിക്കാനുള്ള ഏറെ വേദനയുളവാക്കിയ തീരുമാനമെടുത്തു. 13 വർഷം ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ ഒരു അനാഥാലയത്തിൻ്റെ പരിധിക്കുള്ളിൽ തോൽപ്പിച്ചുകൊണ്ടിരുന്നു. എങ്കിലും അദ്ദേഹം സ്ഥിരതയോടെ തൻ്റെ വിദ്യാഭ്യാസം തുടർന്നു. തൻ്റെ കുടുംബത്തെ പോറ്റുന്നതിനും അവരുടെ സാമ്പത്തിക ഭാരം ലഘൂകരിക്കുന്നതിനുമായി അദ്ദേഹം ക്ലീനറായും ഹോട്ടൽ അറ്റൻഡറും ഉൾപ്പെടെ വിവിധ ജോലികൾ എടുത്തു. തൻ്റെ വഴിയിൽ ശക്തമായ പ്രതിബിംബങ്ങൾ ഉണ്ടായിരുന്നിട്ടും നാസർ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയും പിന്നീട് സർക്കാർ കോളേജിൽ നിന്ന് ബിരുദം നേടുകയും ചെയ്തു. ബിരുദ പഠനത്തോടെ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ അവസാനിച്ചില്ല. അയാൾ തുടർ വിദ്യാഭ്യാസം നേടി. ബിരുദാനന്തര ബിരുദവും B.Edഉം തുടർന്ന് MSW യോഗ്യതയും നേടി. കേരള ആരോഗ്യവകുപ്പിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രവേശനം അദ്ദേഹത്തിൻ്റെ കയറ്റത്തിൻ്റെ തുടക്കം കുറിക്കുകയും ഒരു IAS ഉദ്യോഗസ്ഥനിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ പരിവർത്തനത്തിൽ കലാശിക്കുകയും ചെയ്തു. നാസറിൻ്റെ യാത്ര രാജ്യത്തുടനീളമുള്ള അസംഖ്യ യുവാക്കൾക്ക് പ്രതീക്ഷയുടെയും പ്രചോദനത്തിൻ്റെയും വിളക്കായി മാറുന്നു. സ്ഥിരോത്സാഹത്തിൻ്റെ ശക്തിയെക്കുറിച്ചും സ്വപ്നങ്ങൾ ഒരിക്കലും പ്രതികൂല സാഹചര്യങ്ങൾക്ക് അടിയറ വയ്ക്കാതിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു.